LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. എന്ത് പാറു, എന്ത് ചിരിച്ചോണ്ടിരിക്കട? എനിക്ക് ചിരി വന്നോണ്ട്. എന്നെ കാണുമ്പോ നിനക്ക് ചിരി വരണം. ആ ചിരി വരുന്നു. സത്യം പറ പാറു, എന്നെ പറ്റി അകത്ത് കുറ്റം പറഞ്ഞ? അമ്മയെ കുറ്റം പറഞ്ഞ് ഞാൻ അത് കേട്ടോണ്ടിരിക്കോ? എന്നെ ചക്കരയല്ലേ? അയ്യോടാ, നീ കേട്ടോണ്ട് നിക്കും. കാരണം നീ ഇവിടുത്തെ സന്തതി പരമ്പരയാണല്ലോ. ഈ സോപ്പിടൽ എന്തോ കാര്യമുണ്ട്. എന്തിനാണ് ഇങ്ങനെ സോപ്പിടണ പറ? എന്തായാലും നല്ലാരും പറഞ്ഞാ പറയും സോപ്പിടുവാണ്. അമ്മായി, എനിക്ക് ഫോൺ നോക്കാൻ തരുമോ? അങ്ങനെ വഴിക്ക് വാ. ഈ ഫോണിൽ നിനക്ക് നോക്കാനായിട്ട് ഒന്നുമില്ല, തരണില്ല. പ്ലീസ് അമ്മായി. ഒരു പ്ലീസും ഇല്ല, ഫോണ് തരൂല. എങ്ങനാണോ എന്റെ കൂട്ടുകാൻ ഇങ്ങനൊരു അബദ്ധം പറ്റി? എന്തോന്ന് എന്തോന്ന് പറഞ്ഞ? ഞാനും പറയത്തില്ല. അതെന്ത് പറഞ്ഞാ പറടി. ഞാൻ ഒന്നും പറഞ്ഞില്ല അമ്മായി. കേശവനല്ലേ ചേച്ചി? ഞാൻ നിർത്തിയിടും. തന്റെ കൂടെയുള്ള ഈ വരവ് ഞാൻ ഇന്നത്തോടെ നിർത്തി. മേല ഒരു പരിപാടിക്കും എന്നെ വിളിച്ചു പോലും. ഇന്നാ കൊണ്ടുപോയി തിന്ന് തന്റെ 1299 രൂപയുടെ ഷർട്ട്. എനിക്ക് താൻ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്. എടാ, എന്താണ് പ്രശ്നം? എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയില്ലേ? അയ്യോ, പോയ കാര്യമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. എടാ, കാര്യം പറയടാ. ചേട്ടൻ ചിലപ്പോ വലിച്ചു വരി തിന്നു കാണും. അപ്പൊ ചേച്ചിക്ക് നാണക്കേടായി കാണും. എന്നിട്ട് ഇവര് വഴക്കുണ്ടായി കാണും. ഞാൻ കേട്ടാ ഞാൻ ഇല്ല പിന്നെ. എടാ, കാര്യം പറ എന്റെ കേശു. കാര്യൊന്നും ഇല്ല അമ്മ, ഇവൻ വെറുതെ ഓരോന്നൊക്കെ പറയണതാ. ഞാൻ വെറുതെ ഓരോന്ന് പറഞ്ഞു. അതോടെ പറ. എന്റെ അമ്മായി എടുത്തത് അങ്ങനെയുണ്ട്. ഷർട്ട് കൊഴപ്പില്ല, തരക്കേടില്ല, നല്ല ഷർട്ട്. ചേരുന്നുണ്ടല്ലോ? ചേരുന്നുണ്ട്. ഇത് അവിടെ പോയപ്പോ ഒരു 10-15 പേര് എന്നെ കണ്ടിട്ട് പറഞ്ഞ് അമ്മനെ ഷർട്ട് കൊള്ളാൻ കേട്ടോ, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പം മുതലിതോ ഇത് തുടങ്ങിയാണ്. അയ്യോ, ഇട്ടേക്കണ ഷർട്ടേ അത് ഞാൻ മേടിച്ചു കൊടുത്ത ഷർട്ടാ. 1299 രൂപയുടെ ഷർട്ട്. ഇത്രയും വലിയ വില കൂടിയ ഷർട്ട് മേടിക്കാനുള്ള കാശൊന്നും അവന്റെ ഇല്ല. അവൻ പിച്ച. അതിപ്പോ ഞാൻ പറഞ്ഞ സത്യമല്ല അമ്മ. സത്യമല്ലേ? സത്യല്ലേ എടി, ഒരാളത്ത് പറഞ്ഞാൽ കുഴപ്പമില്ല, 2 പേര് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് അവിടെ കണ്ട എല്ലാവരോടും പറഞ്ഞ് ഞാൻ മേടിച്ചു കൊടുത്ത അവന്റെ കാശില്ല. ഹലോ, എല്ലാരോടും ഞാൻ പറഞ്ഞൊന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു 10-15 പേരോട് ഞാൻ പറഞ്ഞോളൂ. അതിനോട് ആകെപ്പാടെ 18 പേരിലേ ഉള്ളായിരുന്നു. അതിനകത്ത് 15 പേരോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള എല്ലായിടത്തും പറഞ്ഞെന്നാണ് അർത്ഥം. ലച്ചുവേ, അതെന്തായാലും നീ ചെയ്ത് മോശമായി പോയി. നീ സെലക്ട് ചെയ്ത് കൊടുത്ത ഷർട്ടാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് നീ പൈസ കൊടുത്ത് മേടിച്ചു കൊടുത്തെന്ന് പറയുമ്പം അവന്റെ ക്യാരക്ടറിനെ എഫക്ട് ചെയ്യൂലേ? എന്താ ഒന്നും പറയല്ലേ? എന്നാ ഇരിക്കട്ടെ. ഷർട്ട് സിദ്ധോളിയൻ ദുബായിൽ നിന്ന് വരുമ്പോ അങ്ങേർക്ക് കൂടെ അങ്ങേരിട്ടെ. അപ്പത്തേക്കാലത്ത് ഒരുമിച്ചു കൊച്ചേ, ഞാൻ ഒന്നും പറയില്ല. ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോ ഞാൻ പോണേ. കേശു പാവോടി, എല്ലാരും മുന്നേ വെച്ച് നീ അവനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യണ്ടായിരുന്നു കേട്ടാ. അതിനെ ആര് ഇൻസൾട്ട് ചെയ്ത അമ്മായി? അല്ലെങ്കിൽ ഞാൻ ഉള്ള കാര്യമല്ല പറഞ്ഞത്. ഇത് ഞാൻ മേടിച്ചു കൊടുത്ത ഈ ഷർട്ട് മാത്രമല്ല, സത്യം പറഞ്ഞാൽ ഞാൻ അവനെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല അമ്മായി. അവനിട്ടുകൊണ്ട് പോയ ജീൻസ് ഉണ്ടല്ലോ, അതും ഞാൻ മേടിച്ചു കൊടുത്ത. ആ കാര്യമൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. എന്റെ വലിയ മനസ്സെന്താ ആരും കാണാത്തെ? തന്റെ വലിയ മനസ്സ് എന്നാണോ? ഈ പാന്റ് തന്റെ തന്നെ ഇരിക്കട്ടെ. ചോദിച്ചു പോയില്ല മേല. ഇനി ഒരെണ്ണമുണ്ട്, ഇപ്പൊ ഞാൻ ഊരി തരാം. അകത്തിട്ടേക്കുന്ന നിക്കർ അത് ഞാൻ മേടിച്ചു കൊടുത്തത്. ആണോ? എന്നാ നീ പെട്ടെന്ന് അകത്തോട്ട് ചെന്നോ, അല്ലെങ്കിൽ നിക്കർ ഊരിക്കൊണ്ടാവൻ പുറത്തു വരും. അങ്ങനത്തെ ആളാണ് അവൻ. ഇതാണ് കുഴപ്പം. ഈ വീട്ടിൽ ഒരു സാധനം ആർക്കും മേടിച്ചു കൊടുക്കാൻ പാടില്ല. அம்மா, புதுசா ஒரு தமிழ் படம் இறங்கியிருக்கு, நம்ம பார்க்க போலாமா? പൊക്കളയാം, ഞാനും കുറേ ആയി.
തമിഴ് സിനിമ കണ്ടിട്ട്. அம்மா நீங்க தமிழ் படம் எல்லாம் தியேட்டர்ல போய் பாப்பீங்களா? പിന്നില്ലാതെ പണ്ട് എൻ്റെ ചെറുപ്പത്തിലേ അങ്ങ് ചോനറത്തലയിൽ ഒരു ടാക്കീസ് ഉണ്ടായിരുന്നു. അവിടെ പോയി തമിഴ് സിനിമ കാണുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ അത് ഓഡിറ്റോറിയം ആക്കി. എന്താണ് ചോണർത്തല ഭവാനി നൊസ്റ്റാൾജി പറയുവാണോ? എന്താ കുറച്ച് വേണോ? എന്താ കുറച്ച് തരുവോ? തരാം, എന്നാ പിടിച്ചോ. വേണ്ട വേണ്ട, കൈ വെച്ചോ. அம்மா அப்படின்னா கண்டிப்பா நம்ம சினிமா பார்க்க போலாம். അത് നമുക്ക് പരിഗണനയിൽ എടുക്കാം. ലച്ചും കേശു എന്തിയെ? ആ ബർത്ത്ഡേക്ക് പോയിട്ട് വന്നിട്ടുണ്ട്. അടിയുണ്ടായിക്കൊണ്ട് അകത്തോട്ട് പോയിട്ടുണ്ട്. അത് പിന്നെ എവിടെയെങ്കിലും രണ്ടും കൂടെ പോയിട്ട് വന്നാ എപ്പോഴും ഉള്ളതാ അത്. இன்னைக்கு எதுக்கு சண்டை? എന്റെ പൊന്ന് കനകേച്ചി, ഒന്നും പറയാതിരിക്കണാണ് നല്ലത്. രണ്ടുപേരും കൂടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയതാണോ? അവിടെ പോയപ്പം കേശു ഇട്ടിരിക്കുന്ന ഷർട്ട് അടിപൊളിയാണെന്ന് ആരൊക്കെയോ പറഞ്ഞു. അപ്പൊ ലച്ച് പറഞ്ഞു അവൾ 1299 രൂപ കൊടുത്ത് മേടിച്ചു കൊടുത്ത ഷർട്ടാണ്, അവന്റെ കയ്യിൽ 5 പൈസ ഇല്ലതൊന്നും മേടിക്കാന്നൊക്കെ. അത് കേട്ടപ്പം കേശുവിന് ഇൻസൾട്ടായി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അടിയേ. അല്ലെങ്കിലും ലച്ചുന് ഈയിടെ അടിച്ചിട്ട് കണക്ക് പറച്ചിൽ കൂടുതലാ. ആ, അത് കറക്റ്റ് ആണ് അമ്മ പറഞ്ഞത്. சரி கேசு அங்க? കേശുവാ, ലച്ചു 1299 രൂപ കൊടുത്ത് വാങ്ങിച്ചു കൊടുത്ത ഷർട്ടില്ലേ, ആ ഷർട്ടും പിന്നെ ഇട്ടിരുന്ന ജീൻസും കൂടെ അവളെ കയ്യിൽ ഊരി കൊടുത്തിട്ടാണ് അവകത്ത് കയറിപ്പോയത്. அப்படி செஞ்சானோ? അപ്പടി സെഞ്ചു. பாஸ் தான் அவன். ചേച്ചി മാസിന്റെ കാര്യമൊന്നും പറയല്ലേ, ഇട്ടിരുന്ന നിക്കറ് വരെ ഊരി കൊടുത്തവൻ. ആ, അവനുണ്ടായ നാണക്കേടിനെ അത്രയൊന്നും ചെയ്താ പോരാ. പോരാ. അങ്ങനെ കണക്ക് പറയാനാണെങ്കിലേ ഞാൻ എന്തോരം കണക്ക് പറയണം? ആ, ഞാനും എന്തോരം കണക്ക് പറയണം. எனக்கும் இருக்கு கணக்கு சொல்றதுக்கு. എന്നാ പിന്നെ പറ, എല്ലാരും കണക്ക് പറയാം. പക്ഷെ ആരൊക്കെ കണക്ക് പറഞ്ഞാലും ലച്ചുവിന്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. തട്ട് താഴോട്ട് പോരാ നോക്കണം. ഓ, അത് ഞാൻ നോക്കിക്കോളാം. ആ, എന്നാലും എന്റെ അമ്മായിക്ക് നാണമില്ലേ? അവിടെ കേട്ടതൊക്കെ ഇവിടെ വന്ന് പറയാൻ. എനിക്കെന്തിനു നാണം ഉണ്ടാവണം? ഞാൻ എന്റെ അമ്മയടുത്തും കനകേച്ചി എടുത്തല്ലേ പറഞ്ഞ്. എനിക്ക് തോന്നതേ നിനക്കാണ് ഒരു ഉളുപ്പ് നാണം ഇല്ലാത്തത്. ഓ, സമ്മതിച്ച. ഈയിടെയായിട്ട് നിന്റെ സ്വഭാവം അത്ര കൊണ്ട് ശരിയാവുന്നില്ല. അതിലെനിക്ക് യാതൊരു കുറ്റബോധവുമില്ല. കാണൂല. അതെന്താന്നറിയോ? എന്താ? കാരണം അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നിനക്കില്ല. ആയിക്കോട്ടെ. ക്യാരറ്റ് കഴിക്കണം. ഇതൊന്നല്ല ഞാൻ മേടിച്ചിട്ടൊന്നും പച്ചക്കറിയല്ലേ? അതെ, ക്യാരറ്റ് ഒക്കെ സാമ്പാറിലിടാൻ വേണ്ടി ഞാൻ മേടിച്ചതാ. പച്ചക്കറിക്കൊക്കെ ഇപ്പൊ എന്താ വില എന്നറിയോ? കേട്ടാ, അവള് പറഞ്ഞിട്ട് പോയ കേട്ടാ? കേട്ടില്ലേ? கேட்டேன், ஆனா ஒண்ணுமே புரியலையே. മനസ്സിലായില്ലല്ലേ? അവളാണ് ഇവിടെ ഉള്ള പച്ചക്കറിയൊക്കെ മേടിച്ചതെന്ന്. അതായത് അവളെ ചെലവിനാണ് നമ്മൾ ഇവിടെ ജീവിക്കണെന്നാണ് അവൾ പറയാതെ പറഞ്ഞിട്ട് പോയത്. അങ്ങനെയാണോ പറഞ്ഞേ? അങ്ങനെ തന്നെ പറഞ്ഞത്. அப்படியா சொன்னா? ആ അമ്മ, ഇത് നമുക്ക് ചോദിക്കണ്ടേ? അയ്യോ, എനിക്ക് വയ്യായേ. എനിക്ക് വഴക്കുണ്ടാക്കാനും വയ്യ, അതും ഒരു ക്യാരറ്റിന്റെ പേരില്. ആരീ പറയണേ? ചോനർത്തല ഭവാനി തന്നെയാണോ? അതെ, എനിക്ക് ഇച്ചിരി മനസമാധാനമാണ് വേണ്ടുന്നത്. ആയിക്കോട്ട്. എന്നാലും ഒരു ക്യാരറ്റിന്റെ പേരിൽ അവൾ കണക്ക് പറഞ്ഞു കളഞ്ഞല്ലോ. അമ്മ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് പുറത്തു പോവേ. ആ, അങ്ങനെ എനിക്ക് മനസമാധാനം ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറ. അമ്മ മോളെ, എന്ത് ചേച്ചി? എന്തോ ഇത്? ഇത് ക്രയോൺസ്. നിനക്കിത് ആര് മേടിച്ചു തന്നതാ? കഴിഞ്ഞ പ്രാവശ്യം ചേച്ചിയാണ് ഇത് മേടിച്ചത്. അപ്പൊ ചേച്ചിയാണ് ഇത് മേടിച്ചത്. ആണല്ലോ, ചേച്ചിയാണല്ലോ മേടിച്ചു തന്നത്. പിന്നെ ഈ ക്രയോൺസ് ഇങ്ങനെ കളയണ എന്തിനാ? ഞാൻ കളഞ്ഞില്ലല്ലോ ചേച്ചി. കളഞ്ഞില്ല അല്ലേ? പിന്നെന്തേ ഇതൊക്കെ എന്താ? ഇനിയേ കുഞ്ഞുമോളി ക്രയോൺസ് വെച്ച് വരയ്ക്കണ്ട കേട്ടാ. ചേച്ചി, ക്രയോൺസ് ഇതാ. എന്തിനാ തന്നിട്ട്? കളയാനല്ലേ? വേറെ വല്ല ക്രയോൺസ് ഉണ്ടെങ്കിൽ അത് വെച്ചങ്ങ് വരച്ചാ മതി. ഇല്ല, തരാൻ പറ്റത്തില്ല. ഇല്ല, തരത്തില്ലെന്ന്. തരാൻ ഒരു സാധനം മേടിച്ചത് മര്യാദയ്ക്ക് സൂക്ഷിക്കൂല. എന്നിട്ട് എന്തിനാണ് പ്രശ്നം? എന്റെ ക്രയോൺസ് തരാൻ പറ. ക്രയോൺസ് കൂടെ ചേച്ചി, കൊച്ചിന്റെ ക്രയോൺസ് ചേച്ചിക്ക് ആരും എന്റെ തടി മേടിക്കുവേ. ക്രയോൺസ് കൂടെ ചേച്ചി. ഇല്ല, കൊടുക്കാൻ പറ്റത്തില്ല.
ചേച്ചി എന്താ പ്രശ്നം? നിനക്ക് എന്താണ് പ്രശ്നം? എടാ ഇവക്കൊരു ഉത്തരവാദിത്വം ഇല്ല, അതാണ് എന്റെ പ്രശ്നം. ഈ കൊച്ചിന് ഉത്തരവാദിത്വം ഇല്ലെന്നാ? ഇവിടെയുള്ള ബാക്കി എല്ലാത്തിനും പിന്നെ ഭയങ്കര ഉത്തരവാദിത്വമുണ്ട്, കുഴപ്പമില്ല. എനിക്ക് എന്തായാലും ആവശ്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ട്. അതെനിക്കറിയാം, തനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടെന്ന്. അതാണ് ഇവിടുത്തെ പ്രശ്നവും. എന്തോന്നാണ് പിന്നെയും തുടങ്ങിയ രണ്ടെണ്ണം കൂടി? യോ, ഞങ്ങൾ തമ്മിലല്ല, പാറച്ചേച്ചി ലച്ചേച്ചി തമ്മിലാണ് പ്രശ്നം. ഞാൻ വെറും ഒരു വഴിപോക്കനാണേ. അമ്മായി എനിക്ക് ഈ ക്രയോൺസ് തരാൻ പറ. ഓ പിന്നെ അമ്മായി ചേച്ചിയുടെ ക്രയോൺസ് കുറെ മേടിച്ച് തരും. പക്ഷേ ഉള്ളത് വെച്ച് അങ്ങ് വരച്ചാ മതി. എടാ ലച്ചു, നിനക്ക് എന്താണ് പ്രശ്നം? ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവേ. ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടല്ലോ. ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം അമ്മായി ഇടയ്ക്കിടയ്ക്ക് കറങ്ങാൻ പോകുന്ന കാര്യം. പറയണ ആള് പിന്നെ എവിടെ പോവാറില്ലല്ലോ. ഇവിടെ ഒറ്റണത്തിനും ഞാൻ ചെലവാക്കുന്ന കാശിന് യാതൊരു വിലയില്ല. അതാണ് ഈ കിടന്ന് കാണിക്കുന്നത്. ചേച്ചാ ക്രയോൺസ് ഇല്ല. ഇതിനെ തൂക്കിയെടുത്ത് ആ പാറമണെ കൊണ്ട് കളഞ്ഞാല് മിക്കവാറും വേണ്ടി വരും. 2-3 ദിവസമായിട്ട് ഉണങ്ങിയൊക്കെയാണ്. ആ കിച്ചണേന്നേ അവള് വാങ്ങിച്ച പച്ചക്കറിയുടെ കണക്ക് പറയായിരുന്നു. ചേച്ചി ഇപ്പൊ കണക്കപ്പിള്ളയായി വരുവാ. കണക്കപ്പിള്ളയുടെ കണക്കൊക്കെ ഞാൻ തെറ്റിക്കണുണ്ട്. ഇനിയിപ്പോ അതേ നടക്കും. കേശുവേ, ഞാൻ ഇവിടെ നിന്നാലേ എന്തെങ്കിലും നടക്കും. ഞാൻ ഒന്ന് പുറത്തു പോകാൻ പോണു. പുറത്തു പോകാൻ പോണെന്ന് പറഞ്ഞാൽ അകത്തോട്ട് പോകണം. ഡ്രസ് മാറാൻ പോയായിരിക്കും. അവള് അവളുടെ ക്രയോൺസ് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് സ്കെച്ച് വെച്ചടിച്ചാൽ ഇങ്ങോട്ടാ? ഇങ്ങോട്ടാ? ഞാൻ ഒന്ന് പുറത്തു പോണു. പുറത്താ? ആ പണ്ടൊക്കെ പുറത്തൊക്കെ പോകുമ്പോ നമ്മളെയൊക്കെ വിളിക്കുവായിരുന്നു. ഇപ്പൊ നമ്മളെ ഒന്നും വേണ്ട. അല്ല, പോണ എല്ലായിടത്തും നിന്നെ കൊണ്ടുപോകണമെന്നുണ്ടോ? അത് പറ്റൂല. ആ അമ്മായി പോയിട്ട് വാ. ആ പോണ്. അമ്മായി 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 ഇതേ ഞാൻ തന്ന കമ്മല് അല്ലേ? ആണ്. കൊള്ളാം കേട്ടാ, ചേരുന്നുണ്ട്. ആണോ? ഞാൻ പോട്ടെ. ഹായ്, ഇത് ഞാൻ മേടിച്ചെന്ന വളയല്ലേ? നല്ല കളറ്, ചേരുന്നുണ്ട്. ചേരുന്നുണ്ടല്ലേ? എന്തിനാ ഊരണേ? ഊരണതോ? നീ ഇത് വെച്ചോ. അയ്യോ അമ്മായി, എനിക്കിത് വേണ്ട. കൊഴപ്പില്ലല്ലോ, നീ വച്ചോ. അല്ല, ഞാനിത് കണ്ടപ്പോ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഊരി തരാൻ വേണ്ടി പറഞ്ഞല്ല. എനിക്ക് ഈ ഡ്രസ്സിന്റെ കൂടെ ഇത് ചേരുന്നില്ല. ഞാൻ പോട്ടെ എന്നാ. അമ്മായി, എന്താ ലച്ചു? ഈ ഡ്രസ്സേ നമ്മള് ഷോപ്പിങ്ങിന് പോയപ്പോ ഞാൻ സെലക്ട് ചെയ്ത് തന്നല്ലേ? ആണ്. നല്ല രസമുണ്ട്. ആണല്ലേ? നീ സെലക്ട് ചെയ്ത് തന്നതാണ്, പക്ഷെ എന്റെ കാശ് കൊടുത്ത ഞാൻ. ഇനി എനിക്ക് പോവാവോ? അമ്മായി, തുറോ. അന്ന് ബില്ലടയ്ക്കാൻ നേരത്തെ അമ്മായി എന്റെ അടുത്ത് പറഞ്ഞെന്താന്നറിയോ? ഇപ്പൊ ഈ ചുരിദാറിന്റെ കാശ് ലച്ചു കൊടുക്ക്, ഞാൻ വീട്ടിലെത്തിയിട്ട് തിരിച്ചു തരാമെന്ന്. തരാന്ന് പറഞ്ഞില്ലേ? അപ്പ തരും. ഇതുവരെ തരാത്ത സ്ഥിതിക്ക് ഈ ചുരിദാർ ഞാൻ മേടിച്ചു തന്നല്ലേ? ലച്ചു, തരാന്ന് പറഞ്ഞ പൈസയാണ്. അപ്പൊ ഇത് കടവാണ്, അത് മനസ്സിലാക്ക്. പക്ഷെ ഇതുവരെ തന്നില്ലല്ലോ, അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ മേടിച്ചു തന്നല്ലേ? പൈസ തരുമെന്ന് വെച്ചാ തരും. അമ്മായി, അമ്മായി ഇതുവരെ തന്നില്ലല്ലോ. തരുമെന്ന് പറഞ്ഞില്ലേ? തരും. ആ തരുമ്പോ തരുന്നു പറ. പിന്നെ നീ എന്തിനാണ് എപ്പോഴും കടവെന്ന് പറയണ? തരാന്ന് പറഞ്ഞില്ലേ? അതിന് തന്നാലല്ലേ തന്നു പറയാൻ പറ്റുള്ളൂ. എന്റെ ലച്ചു, ഞാൻ പൈസ തരും. അമ്മ എന്തിനമ്മ ഇതൊക്കെ കേട്ടോണ്ടിരിക്കണ? ഊരി കുളങ്ങ്. ലച്ചു, നീ കുറച്ച് കൂടുന്നുണ്ടേ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞാനിങ്ങനെ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര പ്രഷർ? ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി ഒരുപാട് മാറിപ്പോയി ചേച്ചി. ആ മാറിപ്പോയി, അതിനിപ്പോ എന്ത് കുഴപ്പം? എടാ, ഇതിന് മാത്രം പറയാനൊന്നുമില്ല. ഞാൻ മേടിച്ചു കൊടുത്ത സാധനങ്ങൾ കണ്ടപ്പോ കൊള്ളാമെന്ന് പറഞ്ഞു, അല്ലാതെ ഊരി തരാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിനേക്കാളും നല്ലത് അങ്ങ് ഊരി മേടിക്കുന്നതായിരുന്നു. നീ ഇതുവരെ പോയില്ലയോ? എങ്ങനെ പോവാനാ? പിടിച്ചു വെച്ചേക്കുമല്ലേ? ആര് പിടിച്ചു വെച്ചേക്കുന്നു? എന്റെ പൊന്നമ്മൂമ്മ, അമ്മ ഇട്ടേക്കുന്നത് മൊത്തം ലച്ചു ചേച്ചി മേടിച്ചു കൊടുത്താണെന്ന് പറഞ്ഞു പിടിച്ചു വെച്ചേക്കണ്. എവിടെ പ്രശ്നം ഇതുവരെ തീർന്നില്ലയോ? എങ്ങനെ തീരും? കണക്കും കൊണ്ട് ഇറങ്ങിയിരിക്കുവല്ലേ. ഇതാണ് കുഴപ്പം. സത്യം പറയുമ്പോ പറയും കണക്ക് പറയുവാണോ? കണക്ക് പറയുവാണെന്ന് കണ്ട കിടന്ന് ചാടുന്ന ചാട്ടം കണ്ട. നമ്മൾ പറയുമ്പോഴാണ് പ്രശ്നം. നിങ്ങൾക്ക് ഇതൊക്കെ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൂ. എനിക്ക് 10 ആൾക്കാരുടെ ഫ്രണ്ടിലാണ് ഞാൻ നിന്ന് ഉരുകിയത്, അറിയൂ? എടാ, ഇതൊക്കെ തമാശയായിട്ട് എടുക്കട്ടെ, നിങ്ങൾ എന്തിനാണ് സീരിയസ് ആയിട്ട് എടുക്കണേ? ഒരു വലിയ തമാശക്കാരി വന്നേക്കുന്നു.
എപ്പോഴും എല്ലാവർക്കും തമാശയായിട്ടൊന്നും തോന്നത്തില്ല. അതൊക്കെ മനസ്സിലാക്കിയാ നല്ലത്. അമ്മമ്മ ഉപദേശിച്ചാലും ഇതൊന്നും നന്നാവാൻ പോണില്ല. ഓ നന്നാവാൻ പോകുന്നില്ല. ഡേയ് എന്തായാലും ഇപ്പൊ തരാൻ എന്റെ കാശില്ല. ഈ ഡ്രസ്സ് ഞാൻ നിനക്ക് ഊരിത്തരാം. എനിക്ക് അമ്മയുടെ ഡ്രസ് ഒന്നും വേണ്ട. ഇത് അമ്മായി എന്നെ ഇട്ടോ. നിനക്ക് ഞാൻ ഊരിത്തരാം. വാ. എന്റെ അമ്മായിയുടെ കയ്യിൽ പൈസ ഉള്ളപ്പോ എനിക്ക് തന്നാ മതി. കുഴപ്പമില്ല, ഞാൻ നിനക്ക് പൈസ തരണില്ല. നിനക്ക് ഞാൻ ഡ്രസ്സ് ഊരിത്തരാം. ഈ സാരി അമ്മമ്മയ്ക്ക് ആര് മേടിച്ചെന്ന്? ഇത് പണ്ട് അപ്പൂപ്പ മേടിച്ചു തന്നത്. ഓ ഭാഗ്യം. ഇവളെന്താ ഇങ്ങനെ? ഇത് ആരുടെ സ്വഭാവമായി കിട്ടിയേക്കുന്നേ? അതവിടെ എല്ലാവർക്കും അറിയാം ആരുടെ സ്വഭാവമാണ് കിട്ടിയേക്കണേ. ഇത് വേറൊന്നും അല്ല, വളർത്തു ദോഷം. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ആയിപ്പോയത്. അമ്മായി അമ്മായി അങ്ങനെ പറയരുത്. വളത്തോശം എന്ന് പറയരുത്, അത് പ്രശ്നമാണ്. എടാ എന്റെ ദേഷ്യം മാറുന്നില്ലടാ. അങ്ങനെയല്ല അവൾ അവിടെ കാണിച്ചു കൂട്ടിയത്. ചേച്ചിക്ക് എന്തായാലും ഒരു പണി കൊടുക്കണം. കൊടുത്തേ പറ്റൂ. അതന്നെ ഞാനും ആലോചിച്ചോണ്ടിരിക്കണം. ഒരെണ്ണം കൊടുക്കണം. വേണ്ട കേസു, വിട്ടിടേ. അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഇതൊരു വീടല്ലയോ? വീട്ടിലിരിക്കുന്ന ഓരോ സാധനങ്ങളും എടുക്കുമ്പോ ഇതെന്റെയാണ്, ഇത് ഞാൻ വാങ്ങിച്ചതാണ്, അങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ? അല്ല അമ്മമ്മ പോട്ട്, ഒരു തവണയൊക്കെയാണ് പറയണേ. നമുക്ക് ഇങ്ങനെ ക്ഷമിച്ചു വിടാം. ഇതൊന്നോ രണ്ടോ തവണയാണോ? കാണുമ്പോ മൊത്തം പറഞ്ഞു നടക്കല്ലേ? എന്തൊക്കെയായാലും ശ്രീദേവിയെ പൂട്ടിയിടണം. എന്നുവെച്ചാ എടി ഈ മണിച്ചിത്രത്തായിട്ട് പൂട്ടണമെന്ന് ലോക്കിട്ട് പൂട്ടണം, അത്ര തന്നെ. டேய் அப்படியெல்லாம் செய்யக்கூடாதுடா. ആന്റെയും പൂട്ടിയുണ്ടോ? അല്ല, ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു വരാം. സോറി. പണിയുണ്ട്. ആരും എണീറ്റില്ലേ? ഈ വീട്ടിലൂടെ പോയി. അമ്മൂമ്മേ കരകാറ്റ്, അമ്മായി എവിടെ പോയി? അമ്മൂമ്മേ എവിടെ പോയി? കത്ത. പ്രിയപ്പെട്ട ലച്ചുവിന്, നീ ഞങ്ങൾക്ക് മേടിച്ച് തന്ന സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. എല്ലാം നിനക്ക് തന്നെ എടുക്കാം. നിനക്കിഷ്ടമുള്ളത് ചെയ്യാം. ഞങ്ങളെല്ലാവരും പടവലത്തേക്ക് പോകുന്നു. ഞങ്ങൾ ഇനി അവിടെ ജീവിച്ചോളാം. നീ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാം. വാങ്ങി തന്ന ഭക്ഷണം മാത്രം ഇതിൽ വെക്കാൻ പറ്റിയില്ല. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാം. പാറു ഒപ്പ്, കേശു ഒപ്പ്, ഗൗരി ഒപ്പ്, ഭവാനി ഒപ്പ്. കേശുവേ, മര്യാദയ്ക്ക് ഇറങ്ങി വന്നോ? എന്നെ കളിപ്പിക്കാൻ നോക്കട്ടെ. അമ്മുമ്മ, അമ്മുമ്മ ശരിക്കും വെച്ചിട്ട് പോയതാണോ? ഫോൺ എടുക്കാത്തെന്താ? എടുക്കടാ. ஆண்டி போயிலே. நான் இப்ப கிளம்பல, ஆனா பேக் எல்லாம் பேக் செஞ்சு வச்சிருக்கேன். நீ எப்பவாவது ஒரு கணக்கு சொல்றியோ அப்பவே நானும் கிளம்பிடுவேன். ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ? അങ്ങനെയാണെങ്കിൽ കണക്കൊക്കെ ഞാൻ ആലോചിച്ചിട്ട് പറയാം.
சீக்கிரம் சொல்லு, அப்பதான் எனக்கு இப்பவே கிளம்ப முடியும். ഹലോ, ഹലോ, എന്താണ് വേണ്ടത്? നിങ്ങൾ എന്റെ അടുത്ത് പറയാതെ പോയേ? അത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണ സമയത്ത് ചേച്ചി നല്ല ഉറക്കമായിരുന്നു. അപ്പൊ അമ്മൂമ്മ പറഞ്ഞ് കണക്കൊക്കെ പറഞ്ഞ് ക്ഷീണിച്ചിടന്ന് ഉറങ്ങുകയായിരിക്കും, വിളിച്ചേൽപ്പിക്കാൻ നിൽക്കണ്ട, ഞാൻ അടുത്ത കണക്ക് പറയുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളും വിചാരിച്ചു അത് തന്നെ നല്ലതെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഉറങ്ങട്ടെന്ന് വിചാരിച്ചു. നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചു? നിങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് വാ. വേണ്ട ലച്ചു, ഞങ്ങള് വരണില്ല. വരുന്നില്ലെന്നാ? ഇല്ല, വരുന്നില്ല. നീ മേടിച്ചെന്ന സാധനങ്ങളും നീ കടവായിട്ട് തന്ന സാധനങ്ങളും എല്ലാം ഞങ്ങൾ ടേബിളിന്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. മോളെ, എന്താവശ്യം ഉണ്ടെങ്കിലും മോക്ക് ഞങ്ങളെ വിളിക്കാം. മോടെ കൂട്ട് ഞങ്ങൾ കണക്ക് പറയത്തില്ലേ. എന്തോന്ന് അമ്മൂമ്മ അത്? ചേച്ചി സമയത്തിനൊക്കെ ആഹാരം കഴിക്കണേ. പാറുവേ, നീ നിന്റെ യൂണിഫോമും ബെൽറ്റ് വരെ മേശപ്പുറത്ത് വെച്ചിട്ട് പോയല്ലേ, സമ്മതിക്കണം കേട്ടോ നിന്നൊക്കെ. ആ ചേച്ചി, പിന്നെ കഴിച്ച ഫുഡൊന്നും വെക്കാൻ പറ്റിയില്ലെന്ന് പ്രത്യേകം കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ തവണ മേടിച്ച ബ്രെഡിന്റെ പാക്കറ്റ് അടുക്കളയിൽ വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്ത് വെച്ച് തിന്നോണം കേട്ടോ. അപ്പൊ ശരി, നമുക്കിവിടെ കുറച്ച് പരിപാടിയുണ്ട്, വെക്കുകയാണ്. അവരപ്പോ ശരിക്കും പോയതാണോ? ஆமா, காலங்கார்த்தாலே கிளம்பியாச்சு. லெச்சு, நீ ஒரு கணக்காவது சொல்லு லெச்சு, அப்படின்னா எனக்கு இப்பவே கிளம்பலாம். இங்க யாரும் இல்லாம ரொம்ப போர் அடிக்குது. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ ചേർന്ന് ലച്ചുവിനെ തോപ്പിക്കാൻ നോക്കുവാണല്ലേ? അങ്ങനെയാണെങ്കിലേ ലച്ചു തോക്കില്ല. ലച്ചുവേ, തീയില് കൊരുത്തവളാ, നോക്കിക്കോ. ഒരു വാക്കെങ്കിലും എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോകാൻ പാടില്ലായിരുന്നു. നമുക്ക് അവരൊന്ന് പാടിയാ കാണിച്ചേ. ഞാൻ വെറുതെ പറഞ്ഞാലേ ഇതല്ല. ഹലോ ഹലോ, എടാ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യട്ടെ? എടാ ഒന്ന് വീട്ടിലേക്ക് വാടാ. എടാ നിങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. ചേച്ചി, ഈ ജീവിതം എന്ന് പറയണത് ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ അങ്ങ് ജീവിച്ച് തീർക്കണം. ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ ചേച്ചി? എടാ മോനെ പറയണ. ആണോ? ഓക്കെ, ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ? ആയിക്കോട്ടെ, എല്ലാരും പോക്കോട്ടെ. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിന്നോളാം. ആന്റി അതിനെ നിൽക്കുന്ന ആന്റിയും പൊക്കോ. ലച്ചുമാടം, ലച്ചുമാടം കരയുവാണോ? നിങ്ങൾ പോയില്ലേ? ആ, അപ്പൊ നമ്മൾ പോകാത്തതാ കുഴപ്പം. ബാഗേഷ് നമുക്ക് ഞാൻ വെറുതെ ചോദിച്ചാ. എന്നാ ചേച്ചി ഞങ്ങളുടെ അടുത്ത് സോറ് വന്നു. ഇത് ഈഗോ. സോറി പറയാത്തണ്ട, ഇത് ഈഗോ ആണ് ഇവിടെ, അത് മാറാൻ പോണില്ല. പിന്നെ നമ്മളെന്തിനാ ഇവിടെ നിൽക്കണ? ബാപ്പു പോലെ സോറി. കേട്ടില്ല, ഒന്നുണ്ട്. സോറി. അമ്മ കേട്ടമ്മ? ഞാൻ കേട്ടില്ല. ഒന്നുകൂടി പറ. കേട്ടില്ല. മായി എന്തോ സോറി. ഒരു പവർ പോരല്ലേ? ഒന്നുകൂടി പറ. കേറ്റിപ്പറ. സോറി. കുഴപ്പമില്ല. മതി പറു. ആ മതി. എന്നാ പിന്നെ ഈ സാധനങ്ങളെല്ലാം ഇരുന്നെടുത്ത് കൊണ്ടുവെക്ക്. ഇത്രയും സാധനങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ട് വെക്കണോ? പിന്നെ ഞങ്ങൾ കൊണ്ടുവെക്കണോ? വേണ്ട, ഞാൻ എടുത്ത് വെച്ചോളാം. വേണ്ടേ? ഇനി മേലാല് എന്തെങ്കിലും സാധനത്തിന് ഇവിടെ കണക്ക് പറഞ്ഞാല് അറിയാലോ, ഞങ്ങൾ ശരിക്കും ഇറങ്ങിപ്പോകും. പിന്നെ പണ്ടൊരു ചൊല്ലുണ്ട്, വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുതെന്ന്. അത് വല്ലപ്പോഴും എങ്കിലും ഒന്ന് ഓർക്കുന്നത് നല്ലതാ. കേട്ടോ പറഞ്ഞത്? ആ, എന്നാ കൊണ്ടുവെക്ക്. നമ്മളോടാ കളി. ദൈവമേ, ഞാൻ കാശ് മുടക്കി നിനക്ക് മേടിച്ചു തന്ന സാധനങ്ങള്. സോറി, ഇത് പറയില്ല. LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.